കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഒന്ന് കുറച്ച് നേരം വൈകി. അമ്പലത്തിൽ നല്ല തിരക്കാണേ. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്കെന്ത് ഇന്നിപ്പോൾ കർക്കിടക മാസം തുടങ്ങല്ലേ, രാമായണ മാസം, അതിൻ്റെ കൂടെ തിരക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഒരു മഞ്ജുളാലിനെ പോയിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഇങ്ങനെ വരാം. അവിടുന്ന് വരുമ്പോൾ നേരെ വന്ന് ഗോപുരമൊക്കെ ഇങ്ങനെ കടന്ന് നമ്മൾ അത്തിമര ഗണപതിയുടെ അടുത്തേക്ക് വരിക. അത്തിമര ഗണപതിയെ കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നേരെ നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വാതിൽപ്പടി കയറാൻ നേരത്തെ കേശവൻ്റെ 2 കൊമ്പ് നോക്കാം. അതേപോലെ അതിൻ്റെ നടുക്കായിട്ടുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമുക്ക് നേരെ ഇങ്ങനെ വരുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു പീഠം, നാരായണീ രചിച്ച പീഠം കണ്ട അത് തൊഴുക. അതേപോലെ വലതേ വശത്തുള്ള തൂണ് നോക്കിയിട്ട് തൊഴുക. എന്നിട്ട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താ രസം! ഇന്നിപ്പോൾ കർക്കിടകത്തിൻ്റെ ആ ഒരു 1-ാം തീയതി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. കാൽപാദങ്ങൾ കാണുന്നുണ്ട്, കാൽവിളകൾ കാണുന്നു. പിന്നെ ചുവന്ന പട്ട്, ഇങ്ങനെ കസവുള്ള ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ ഒരു വില്ല് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ അമ്പ് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നലെ ശ്രീരാമചന്ദ്രസ്വാമി ആയിരുന്നു, ഇന്നും ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ്. ഇന്നലെ അമ്പ് ചെയ്യുകയായിരുന്നു, ഇന്നിപ്പോൾ അമ്പ് ഇങ്ങനെ പിടിച്ച് ജപിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാണ് വലിച്ചതായിരുന്നു, ഇന്നിപ്പോൾ ജപിച്ച് ഇനിയിപ്പോൾ ആർക്കാണ് അമ്പ് അയക്കേണ്ടതെന്ന് വെച്ചിട്ടോ അങ്ങനെ എന്തോ ആണ് ചിന്തയിലാണെന്ന് തോന്നണം. എന്തായാലും ആ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ രൂപം, ആ ശ്രീരാമചന്ദ്ര സ്വാമിയായിട്ടുള്ള ആ രൂപമാണ് കാണാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ വലിയൊരു ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും, അങ്ങനെ നല്ല വലിയ നല്ല കടുപ്പത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ ഗോപി തിലകം അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു കാഴ്ച. മാറത്ത് ഒരു പതക്കം പോലത്തെ മാലയുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അധികം സ്വർണത്തിൻ്റെ അധികമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. എന്തായാലും ശ്രീരാമസ്വാമിയായിട്ട്, രാജാവായിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മളെ ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. ശിവൻ പാർവതിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പറഞ്ഞു കൊടുത്തത് അതിലൂടെയാണല്ലോ രാമായണം ഉണ്ടായത്. അത് എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പാടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള കാര്യമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. അങ്ങനെ അധ്യാത്മരാമായണം വായിക്കൽ തുടങ്ങുന്ന ദിവസം, അങ്ങനെയൊക്കെ പറയാം, എന്നും വായിക്കാം, എന്നാലും രാമായണ മാസമല്ലേ. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് വിളങ്ങുന്ന ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മൾ സോപാനപ്പടിയിൽ നിന്നിട്ട് അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കണ്ടു. ശ്രീരാമചന്ദ്ര സ്വാമീനെ കണ്ടു പ്രണമിച്ചു.
അതിനുശേഷം നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലി തർപ്പണം ചെയ്യുന്ന കല്ല് നോക്കി കണ്ടു. അതേപോലെ നേരെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് നമ്മൾ ആലിലക്കണ്ണനെ കണ്ട് തൊഴുതു. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഇന്നും ഗണേശൻ കണ്ണനായിട്ട് തന്നെയാണ് കേട്ടോ. നല്ല പീലി വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല അലങ്കാരങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ മുകളിൽ റോസാപ്പൂവൊക്കെ ഇങ്ങനെ 3 പൂവ് ഇങ്ങനെ മേലെ വെച്ചിട്ടുണ്ട്. കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് പാലക്കാമാലയുടെ പോലത്തെ മാല ഇങ്ങനെ ആ കിരീടത്തിനോട് ചാർത്തിയിട്ട് മുഖത്തിൻ്റെ തുമ്പിയുടെ അവിടേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ധാരാളം പൂക്കളിങ്ങനെ ഉണ്ട്. അർച്ചന ധാരാളം നടത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടാണ്, നിറയെ പൂക്കൾ മാലകളുമായിട്ടാണ് ഇന്ന് ഗണേശൻ്റെ ഒരു കാഴ്ച. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. കിടാവൾക്ക് കത്തി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഒറ്റ മാലയേ ഉള്ളൂ, മുല്ലപ്പൂവും തുളസിയും കൂടിയത്. അപ്പോൾ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ മായാദേവീനെയും ചെറിയ ഗണേശനൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുക. അങ്ങനെ മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചനപ്രസാദം വാങ്ങാനായിട്ട് വരുമ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ കളഭാലങ്കാരം നിർവഹിച്ചിരിക്കുന്നത് ഇന്ന് പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്. ആ കൃഷ്ണപ്രസാദ് ഓദിക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാമനാവതാരവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ നമ്മൾ അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് നല്ല രസമായിട്ട് കാണാനുണ്ട്. ഇന്ന് ബ്രഹ്മാവിന് നല്ല വലിയ നല്ല കട്ടിമാല ജമന്തി പൂവ് ആയിട്ട് അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ വെളുത്ത മുല്ലപ്പൂവുണ്ട്. അതേപോലെ മഹാവിഷ്ണുവിൻ്റെ മേലൊക്കെ നിറയെ താമര ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മാലയല്ല, താമര ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി മാലകൾ ധാരാളമുണ്ട്. വെളുത്ത പൂവ്, മുല്ലപ്പൂവിൻ്റെ മാലകളുണ്ട്. അപ്പോൾ അവിടെ തൊഴുക. അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം തിരിച്ച് വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അപ്പോൾ കാണുമ്പോൾ രാമനൊക്കെ ഒന്ന് തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ മാലകൾ, എല്ലാ തൂണിലും മാലകളുണ്ട്. അങ്ങനെ മുരുകന് നല്ല ചുവന്ന മാല ചാർത്തിയിട്ടുണ്ട്. കൃഷ്ണന് കുറേ മാലകളുണ്ട്, ധാരാളം മാലകൾ എല്ലാവരും കൊണ്ടുവന്ന് ചാർത്തിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണന്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ ഇന്ന് മാലകൾ ഇഷ്ടം പോലെയാണ്. നല്ല വെറ്റിലമാല ഉണ്ട്. അതുകൂടാതെ നാരങ്ങമാല ചാർത്തിയിട്ടുണ്ട്. കുങ്കുമം ധാരാളമുണ്ട്. ഇന്നെല്ലാം കൊണ്ടും പ്രസന്നമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയും ഒക്കെ കണ്ട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് ഓവിൻ്റെ അവിടെ പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ചും കൂടി തിരിഞ്ഞു നിന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കായാൽ നേരെ നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് അങ്ങനെ വന്ന് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമുക്ക് എടത്തരികത്തുകാവിലെ അമ്മേനെ കാണാനായിട്ട് പോവാം. അവിടെയും കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും അതിനങ്ങോട്ട് കയറി പോവാം. അങ്ങനെ അവിടെ ഗോളകയാണ്, അലങ്കാരം മുഴുവനൊന്നും ആയിട്ടില്ല, ഗോളക ഇറക്കിയേണ്ട. പിന്നെ അതേമാതിരി ചുവന്ന പട്ടിങ്ങനെ വിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ.
അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അതിനുശേഷം നമ്മൾ ആ കോർണറിലെത്തിയ മമ്മൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം എടുത്ത് സ്മരിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. പിന്നീട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. കൂത്തമ്പലത്തിൽ വന്നിട്ട് ആ കടാവിളക്ക് കാണാം, അതും കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ കാണാനുള്ളത്, അയ്യപ്പസ്വാമിക്ക് ആ മുഖമൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, നെഞ്ഞത്തൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു കറുത്ത മുണ്ട് ആണ് ഉടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു പാവുണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഉണ്ട്, അരയിലിങ്ങനെ കെട്ടിയ മാതിരി. കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഒരൊറ്റ മാലയുണ്ട്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ കണ്ട് തൊഴുത്ത് നമ്മളതിൻ്റെ നേരെ വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലെ വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൽ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ നടുക്കിലുള്ള കാളിയമർദ്ദന രൂപത്തിലുള്ള കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ പൂന്താനത്തിൻ്റെ പൂജിച്ച വിഗ്രഹം കാണാനായി പോയി നാരായണാലയത്തിൽ പോയിട്ട് തൊഴുത് ഞങ്ങളങ്ങനെ വന്ന് ഭഗവതി നടയിലൊന്ന് നമസ്കരിച്ച് പിന്നെ നേരെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ വെളിച്ചങ്ങനെ കാണാം. ആ ശ്രീരാമചന്ദ്രസ്വാമി അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ട കാരണം അപ്പോൾ ഒന്നുകൂടി കണ്ടു എന്നായിട്ട് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വരുമ്പോൾ ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക, മഹാദേവന് ശ്രീ പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്. അപ്പോൾ അവരുടെ അനുഗ്രഹം ഉണ്ടാവും. നമ്മളെ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ഇനി നമുക്ക് ചെറിയ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നാരായണീയം വായിക്കാം. പുഷ്പാജിയുടെ മകൻ്റെ കടം വീടാനും ജോലി കിട്ടാനും വേണ്ടിയിട്ടാണ് ഒന്ന്. പിന്നെ മനുകൃഷ്ണയുടെ മകൾക്ക് ഷീന പുണർത്തം വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഓമന രവീന്ദ്രൻ്റെ കൊച്ചുമകൻ നടക്കാനും സംസാരിക്കാനും വേണ്ടിയിട്ട്, പ്രേമകുമാരിയുടെ തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട്, ഗൗതം പൂരം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, സജീവ് മൂലം കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നാരായണീയം 1-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം, 5-ാമത്തെ ശ്ലോകം കേട്ടോ. നിർവ്യാപാരേഭി നിസ്കാരണമജവചസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദികാലേ തസ്യാശം സംശുദ്ധമംശം കമപി തമരിത്തിരോദായകം സത്വരൂപം സത്വം ധൃത്താ ദദസി സ്വമഹിമ വിഭാവ കുണ്ഡ വൈകുണ്ഠരൂപം. ഹേ അജ, അല്ലയോ അജ, ത്വം നിർവ്യാപാര അപ, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു എങ്കിലും നിഷ്കാരണം, വ്യക്തമായ ഒരു കാരണവും കൂടാതെ, ഈക്ഷണാഖ്യാം ക്രിയം, ഈ ക്ഷണം എന്നെ ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നതു യാതൊന്നോ അതിനാൽ തന്നെയാണ് ഭജസേ യത്തേന ഏവാൻ. അസതി കൽപ്പ അഭിലീന പ്രകൃതി, ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി മായ കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ, ഉദേതി ഉയർത്തെഴുന്നേൽക്കുന്നത്, സ്വമഹിമ വിഭാവാകുണ്ട തൻ്റെ തികഞ്ഞ മഹിമയാൽ തനിക്ക് അപാരമായ ഒരു മഹിമയുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനായ വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു, സത്വം അങ്ങ്, നിർവ്യാപരനായ അങ്ങ്, യസ്യ അതിരോധായകം, ആ പ്രകൃതി മായയുടെ ഒന്നിനെയും
തൽസ്യ അതിരോധായകം സംശുദ്ധം സത്വരൂപം കമപി, മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും അംശം ധൃത സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈകൊണ്ട് രൂപം ദദാസി രൂപത്തെ ധരിക്കുന്നു, സകളനായി തീരുന്നു. ഈ ക്ഷണം 8-ാം ദശകത്തിലെ 9-ാം ശ്ലോകത്തിൽ പറയുന്ന നോട്ടമേൽപ്പിക്കലാണ് ഈ ക്ഷണം. ഈ ക്ഷണം ഉണ്ടായാലേ മായ ഉണർന്ന് പ്രവർത്തിക്കൂ. ഈ ശ്ലോകത്തിൽ നിഷ്കള ബ്രഹ്മം സ്കളമായി ശ്രീ മഹാവിഷ്ണുവായി പരിണമിക്കുന്നതായി കാട്ടിയിരിക്കുന്നു. ഈഷത സമാപ്ത അസതി അസതി കൽപ്പകര രൂപ കൽപ്പ. ഇതതിയിൽ അസതി ശബ്ദം ഹ്രസ്വമായി. അല്ലയോ അജനായ ഭഗവാനെ, അങ്ങ് യാതൊരു വ്യാപാരവും കൂടാത്തവനാണെങ്കിലും വീക്ഷണാഖ്യയായ ക്രിയയെ യാതൊരു കാരണവും കൂടാതെ ചെയ്യുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അങ്ങയുടെ വീക്ഷണം അങ്ങയിൽ ലയിച്ചു ചേർന്ന് മിക്കവാറും ഇല്ലായ്മയെ പ്രാപിച്ച മായയെ ബ്രഹ്മാവുണ്ടാകുന്ന ആദ്യ ദിവസത്തിൽ പ്രകാശിപ്പിക്കുന്നു. അല്ലയോ വൈകുണ്ഠവാസിയായ ഭഗവാനെ, അങ്ങയുടെ യോഗൈശ്വര്യ വൈഭവത്താൽ തടസ്സമില്ലാത്ത ശക്തിയോടു കൂടിയിരിക്കുന്ന അങ്ങ് ഒന്നിനെയും മറയ്ക്കാത്തതും പരിശുദ്ധവും സത്വഗുണരൂപവുമായ മായയുടെ ഒരംശത്തെ സ്വീകരിച്ചിട്ട് മുൻ ചെന്ന പ്രകാരമുള്ള ലീലാവിഗ്രഹത്തെ സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.